നമ്മളുടെ ഈ മലയാളത്തിലുള്ള റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, അവർ പറയുന്ന പല റിവ്യൂകളും അതിൽ അവർ പറയുന്ന ചില സംഭവം ഉണ്ടല്ലോ. അതായത് ഈ സിനിമ എനിക്ക് അത്ര വർക്കായില്ല, സിനിമയിൽ പാട്ടുകൾ കൊള്ളാം, സീൻസൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഇതിൽ സിനിമാറ്റോഗ്രാഫി അത്ര നന്നായില്ല, കളർ ഗ്രേഡിങ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു, സ്ക്രീൻ പ്ലേ കുറച്ച് ലാഗാണ്, ഫസ്റ്റ് ഹാഫൊക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഡ്രെയിൻ ആവുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ജസ്റ്റ് സ്റ്റോറി വീക്കാണ്, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി വീക്കാണ്, അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ലാഗാണ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണ് ഈ സർഫേസ് ലെവൽ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന സംഭവമാണിത്. രണ്ടാമത് വൈ ഓർ ഹൗ, അതായത് എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള സംഭവം ഒന്നും അവർ വിവരിക്കുന്നില്ല. ഇപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫി മോശമാണെന്ന് വെക്കട്ടെ, അത് ഏത് ഭാഗത്ത് എന്തുകൊണ്ടത് വീക്കായിരുന്നു എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ കളർ ഗ്രേഡ് അത്ര ഒരു നന്നായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പറയുന്നില്ല. സോ ഈ വൈ ഹൗ എന്നുള്ള സംഭവം അവർ വിവരിക്കുന്നില്ല, അവർ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോകുന്നേ ഉള്ളൂ. സോ നമ്മുടെ മലയാളത്തിൽ വന്ന ഏകദേശം ഒരു 90% അല്ലെങ്കിൽ 95% റിവ്യൂവേഴ്സും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും. സിനിമ എനിക്ക് വർക്കായില്ല, അല്ലെങ്കിൽ എന്നെ ജെല്ല് ചെയ്യിപ്പിച്ചില്ല, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി എത്ര മോശമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 2019 വന്നിട്ടുള്ള കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അതിൽ വരുന്നൊരു സീനുണ്ട്. അതായത് നമ്മൾ ഈ ഷമ്മി ഉണ്ടല്ലോ, ഫഹദ് ഫാസിൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ഷമ്മീനെ ഫസ്റ്റ് കാണിക്കുന്ന ഒരു സീനുണ്ടല്ലോ. അതായത് ഫഹദ് ഫാസിൽ അല്ലെങ്കിൽ ഷമ്മി കണ്ണാടിയിൽ നോക്കിയിട്ട് സംസാരിക്കുന്ന ഒരു ഫസ്റ്റ് സീന്, ഐ ആം ദ കംപ്ലീറ്റ് മാൻ എന്നോ അങ്ങനത്തെ ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ആ ക്യാമറ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് സിമെട്രിക്കലാണ്, അല്ലെങ്കിൽ കൺട്രോൾഡാണ്, പ്രിസൈസാണ്. അതായത് ഫ്രെയിം വളരെ നീറ്റായിരിക്കും. എവിടെയും ജസ്റ്റ് ഒരു ഡോയ്ച്ച് ഷോട്ട് എന്നൊക്കെ പറയില്ല, കുറച്ചൊന്നും ചെരിച്ച് വെക്കുന്ന അങ്ങനെയൊന്നുമല്ല. അതൊരു കൺട്രോൾഡ് ഫ്രെയിം ആയിരിക്കും. അതേപോലെ ഷമീൻ്റെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആ കുട്ടികൾ ബോൾ കളിക്കുമ്പോൾ ബോൾ വരുന്നതും മോനെ ക്രിക്കറ്റ് കളിച്ചോ എന്നൊക്കെ പറയുന്ന ആ സീനും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടിയും കറക്റ്റ് ഒരു അതിനൊരു വൃത്തി ഉണ്ടാവും. കാരണം ഷമ്മി പെർഫെക്ഷനുള്ള ആളാണ്. അയാളെ മീശ പോലും, നിങ്ങൾ ആ ക്യാരക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മീശ പോലും വളരെ പ്രിസൈസായിട്ട്, നമ്മൾ അയാളെ ഒരു ബാർബറായിട്ടാണ് കാണിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഷമ്മിക്ക് ഒരു എന്താ പറയുക, എല്ലാം ഒരു പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്ന ഒരു തരം മൈൻഡ് സെറ്റാണ് ആ ഒരു ക്യാമറേൻ്റെ അതിലും കാണിക്കുന്നത്. ഇപ്പോൾ ടെൻഷൻ ബിൽഡ് ചെയ്യുന്നതിൽ ഷോട്ട് ഉണ്ട്, ഷമ്മീനെ വളരെ ക്ലോസ് ടൈറ്റായിട്ട്, അതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. അയാൾ കൂടുതലും ഞാനെന്ന ഭാവമാണ്. മാത്രമല്ല അതിൽ ആ ഒരു ബാത്റൂം സീനിൽ തന്നെ ഷമ്മീൻ്റെ ആ ഒരു ഇൻട്രോ ഷോട്ടിൽ തന്നെ ബാത്റൂമിൻ്റെ സീനിൽ ഷമ്മീൻ്റെ റിഫ്ലക്ഷനോടാണ് ഷമ്മി സംസാരിക്കുന്നത്. ഷമ്മിക്ക് വേറെ ആരും കാണാനില്ല, അയാളൊരു മെയിൽ ഈഗോ പിടിച്ച ഒരാളാണെന്നൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ് ആ സിനിമയിൽ ഉടനീളം ഉള്ളത്. കുമ്പളങ്ങി നൈറ്റ്സ് ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാണ്ട് ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സ് ഇന്നാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ, ഞാനൊരു റിവ്യൂവർ ആണെങ്കിൽ ഇന്ന് തന്നെ പോയി ആ സിനിമ കണ്ട് ഈ സംഭവമൊക്കെ നോട്ടീസ് ചെയ്യാൻ നമ്മൾ ബ്രഹ്മാവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈ IQ ചെന്നാൽ എല്ലാവരും ആയിരിക്കില്ല, ചിലപ്പോൾ 2-3 ആൾക്കാരുണ്ടാവായിരിക്കാം. പിന്നെ രണ്ടാമത് അവർ പറയുന്ന ചില കാര്യമുണ്ട്. അതായത് ഈ കളർ ടോൺ അത്ര ഒരു നന്നായിരുന്നില്ല, ഈ സിനിമയ്ക്ക് ചേരാത്തതാണെന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് ചേരുന്നത് അവിടെയും ഈ വൈ ഹൗ എന്നുള്ള സംഭവം അവർ പറയുന്നില്ല. ഈ ഷോട്ടുകൾ പലരും അല്ലെ ക്യാമറ അവർക്ക് കളറൊക്കെ പറയുന്നത് ആ ഫ്രെയിമിൻ്റെ ഭംഗി കൂട്ടുമ്പോൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രത്തോളം അവർ ഇൻഡെപ്തായിട്ട്, കാരണം അങ്ങനെ ഇൻഡെപ്തായി പറയാനാണെങ്കിൽ ഒരു സീനിനെ പറ്റിയിട്ട് എക്സാമ്പിൾ പറയാമല്ലോ. കാരണം വാദോരാതെ ആക്ടേഴ്സിനെയൊക്കെ കളിയാക്കുന്നുണ്ടല്ലോ. അതായത് എന്താണ്, ഇയാൾക്ക് തന്നെ വരൂ, ഇയാളെ മുഖത്ത് ഇത്രേ വരൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ അറ്റാക്കിലേക്കൊക്കെ പോകുന്ന റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ. അവർ ആ സമയം അറ്റ്ലീസ്റ്റ് അവരൊരു ക്യാമറ വർക്ക് നന്നായി അല്ലെങ്കിൽ നന്നായില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിലേക്കും കൂടി പോകാമല്ലോ. അങ്ങനെ ചെയ്യുന്ന റിവ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പേര് പറയണമെങ്കിൽ ഞാൻ പറയാം, സുധീഷ് പയ്യന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിവ്യൂവർ ഉണ്ടല്ലോ, നമ്മുടെ മൺസൂൺ മീഡിയൻ്റെ ഒക്കെ റിവ്യൂവർ ആയിട്ടുള്ള ആൾ ഭയങ്കര ഒരു ടെക്നിക്കലായിട്ട് സംസാരിക്കുന്ന ആളാണ്. എന്നാലും ആ ഒരു റിവ്യൂവിലൊരു വൃത്തിയുണ്ട്. ഇപ്പോൾ ചെറിയ സിനിമയായിട്ടോ വലിയ സിനിമയായിട്ടോ ഞാൻ കുറേ കൊല്ലം, ഏകദേശം എനിക്ക് ഒരു 7-8 കൊല്ലമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മൂപ്പര് പറയുന്ന എല്ലാ കാര്യവും വളരെ പ്രിസൈസ് ആയിരിക്കും. പ്ലസ് ഇന്നത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ റിവ്യൂ പറയണമല്ലോ. അതുകൊണ്ട് റിവ്യൂവിൻ്റെ ഇത് ഷോർട്ട് ആക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയാറില്ല. പക്ഷേ മുമ്പ് ഒരു ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിനിമേനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറുതെ സിനിമ കണ്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരു എന്താ പറയുക, ഒരു ഗാർബേജ് സിനിമയാണ്, ഇത് 10 പൈസയെ കൊള്ളൂല, അല്ലെങ്കിൽ എനിക്ക് വർക്കായില്ല എന്ന് പറയാമെന്നല്ലാണ്ട് എപ്പോഴും ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് മൂപ്പർ സംസാരിക്കാറ്. അതുകൊണ്ട് സുധീഷ് പയ്യന്നൂർ, മൺസൂൺ മീഡിയ, നിങ്ങൾ ആ ചാനൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ
തീർച്ചയായിട്ടും ഒരു പക്ഷേ ഏതെങ്കിലും റിവ്യൂ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ മനസ്സിലാവും ഏകദേശം റിവ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു കളർ ഗ്രേഡ് നന്നല്ല എന്ന് പറയാമെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരാൾ പറയാണ് ഈ സിനിമേൻ്റെ കളർ ഗ്രേഡ് അത്ര നന്നല്ല എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആർക്കും എന്താ പറയുക പേഴ്സണലി ഫീൽ ചെയ്യാത്ത അല്ലെങ്കിൽ അവർക്ക് സങ്കടം വരാത്ത ഒരു ആക്ടറിൻ്റെ സിനിമേനെ എടുക്കാം. കിങ് ഫിഷ്, നമ്മളെ അനൂപ് മേനോൻ, രഞ്ജിത്ത്, നമ്മുടെ ഗ്രേറ്റ് ഡയറക്ടർ രഞ്ജിത്ത് സാറൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ആ സിനിമേൻ്റെ കളർ ഗ്രേഡ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. കളർ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന സിനിമേൻ്റെ ഒരു ടോൺ അതെങ്ങനെയാണെന്ന് നോക്കുക. എൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതി, വഞ്ചന എന്നുള്ള സംഭവമൊക്കെയാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ റിവ്യൂവറാണ്, ഞാൻ പറയും ആ സിനിമേൻ്റെ കളർ ഗ്രേഡിങ് മോശമാണ്. ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള കൂടുതൽ സാച്ചുറേറ്റഡ് കളേഴ്സാണ്. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം കളറിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമേൻ്റെ ഒരു ടോണിന് പറ്റാത്തൊരു കളർ ടോണാണ് ആ സിനിമയ്ക്കുള്ളത്. സോ എനിക്ക് വേണമെങ്കിൽ പറയാം അത് ശരിയായില്ല എന്ന് പറയാം. പക്ഷേ ചിലപ്പോൾ ഡയറക്ടറിന് തോന്നിയിട്ടുണ്ടാവും എന്തിനാ ഒരു സിനിമേൻ്റെ മൂഡ് ഒരു കളർ ടോണിലേക്ക് കൊണ്ടുവരണം, ഞാൻ സാച്ചുറേറ്റഡ് കളേഴ്സ് വളരെ ബ്രൈറ്റായിട്ട് നല്ല കളേഴ്സ് ഉപയോഗിക്കും, എന്താ തെറ്റെന്ന് ഒരാൾ ചോദിച്ചാൽ സിനിമയ്ക്ക് ഗ്രാമറില്ല. ഇപ്പം നമ്മളുടെ പൾപ്പ് ഫിക്ഷനൊക്കെ ക്ലൈമാക്സിൻ്റെ സീനിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. നോൺ ലീനിയറിൻ്റെ ഒരു വേറൊരു വേർഷനായിരുന്നു അത്. സോ ഇങ്ങനത്തെ സിനിമ ആരൊക്കെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ തോന്നാറ്. ഞാൻ എങ്ങനെ പറയും ഡയറക്ടർ ജഡ്ജ്മെൻറ്റ് തെറ്റായിരുന്നു എന്നുള്ളത് ഞാൻ എങ്ങനെ പറയും ആസ് എ റിവ്യൂവർ? സോ നമ്മൾ മലയാളത്തിൽ വരുന്ന പകുതിയോളം റിവ്യൂവേഴ്സിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവരുടെ വ്യൂ പോയിൻ്റാണ് പറയുന്നത്, എന്നിട്ട് അതിനെ ടൈറ്റിലിടും മൂവി റിവ്യൂ. ഒരിക്കലും അത് മൂവി റിവ്യൂ അല്ല, ഇറ്റ്സ് ദെയർ ഒപ്പീനിയൻ. അത് മൂവി ഒപ്പീനിയനാണ്. ഞാനിപ്പോൾ റിവ്യൂവർ ആണെങ്കിൽ ഞാനിടാൻ പോകുന്നത് ഇപ്പോൾ കണ്ടിട്ടുള്ള ഏതാ സിനിമ, ഇപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ആ സിനിമേൻ്റെ എൻ്റെ ഒപ്പീനിയനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടുക. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഇയാളുടെ ഒപ്പീനിയൻ ആണല്ലോ എന്നുള്ളത്. ഇത് റിവ്യൂ എന്ന് പറയുമ്പം സിനിമ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിൽ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുക. സപ്പോസ് ആ സിനിമ അത്ര എന്താ പറയുക ക്യാമറ അത്ര നന്നായില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഷമീൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ക്യാമറ മൂവ്മെൻറ്റ് ഇങ്ങനെ ചെയ്തില്ല എന്നുള്ള ലെവലിൽ ചോദിക്കാൻ പറ്റണം. അല്ലെങ്കിൽ അങ്ങനത്തെ അതിന് റിവ്യൂ എന്ന് പറയരുത്. അതിനെപ്പോഴും നമ്മൾ പേഴ്സണൽ ഒബ്സർവേഷനും ഒരു സർഫസ് ലെവൽ ഓഫ് ഒബ്സർവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ട് വാക്കുകൾ വേണമെങ്കിൽ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം. മൂവി റിവ്യൂ എന്ന് പറയുമ്പോൾ കൂടുതൽ ഓഫ് അനാലിസിസ് ആണ്. ഏറ്റവും കൂടുതൽ ഇതിൽ അനുഭവിക്കുന്നത് ആവറേജ് സിനിമകളാണ്. ഞാൻ എന്തുകൊണ്ട് ഒരു ആവറേജ് സിനിമനെ ഒരു പിൻ പോയിന്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ ആവറേജ് സിനിമയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ ഇൻഡസ്ട്രീനെ രക്ഷിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം നീ സിനിമ ഇൻഡസ്ട്രീനെ രക്ഷിക്കാൻ വന്ന ആളാണോ എന്ന്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-ൽ 1 ഉണ്ടാവുള്ളൂ, 2 ഉണ്ടാവുള്ളൂ. കൂടുതൽ ആവറേജ് സിനിമകളായിരിക്കും. അപ്പോൾ ഈ ഹിറ്റിൻ്റെ പിന്നാലെ മാത്രം നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറും ആ ഒരു സിനിമയ്ക്കാണ് നമ്മൾ ഒരു ഊന്നൽ അല്ലെങ്കിൽ ഈ റിവ്യൂവേഴ്സ് ഇങ്ങനെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കാൻ പോകുന്നത് ഈ ആവറേജ് സിനിമകളായിരിക്കും. ആവറേജ് സിനിമകൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ പ്രൊഡക്ഷൻ എന്നുള്ളത് ഒരു തിയേറ്ററിക്കൽ റിലീസിലേക്കൊക്കെ പോകുന്നുള്ളത്. ഈ റിവ്യൂ കൊണ്ട് ബാധിക്കുന്നത് ആക്ച്വലി തിയേറ്റേഴ്സാണ്. നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ തിയേറ്റേഴ്സ് ഉണ്ടാവില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് തിയേറ്ററിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ PVR തന്നെ പോയി ചെന്നാൽ കാണാം ആൾക്കാർ നമ്പർ ഓഫ് ഓഡിയൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിങ്ങനെയൊക്കെ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇതൊരു പൂട്ടിപ്പോവോ എന്നുള്ളത്. കാരണം നമുക്കുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾ മാക്സിമം എന്താ പറയുക സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് തോന്നിപ്പം ഇത് പൂട്ടിപ്പോകുന്നുള്ളത്. കാരണം ചില സിനിമയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭീകരമായിരിക്കും. 5 ആൾക്കാർ 6 ആൾക്കാരൊക്കെയാണ് വന്ന് സിനിമ കാണുന്നത്. അതിൻ്റെ ഒരു പരിധി വരെ കാരണം റിവ്യൂവേഴ്സാണ്. പലരെയും നമ്പി സിനിമ കാണാൻ പോകാത്ത ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ ഫാമിലീസ് അധികം ആൾക്കാരും ഇങ്ങനെ റിവ്യൂവേഴ്സിനെ നമ്പിയിട്ട് സിനിമ കാണാൻ പോകാത്ത ആൾക്കാരുണ്ട്. അത് ഞാൻ പറയുക വെച്ചാൽ നല്ല സിനിമകൾ വിജയിക്കുന്നുണ്ട്, നല്ല സിനിമകൾ ആൾക്കാർ പോകുന്നു. ഇപ്പോൾ തുടരും ഒക്കെ ഭയങ്കര കുറേ ആൾക്കാർ എന്താ പറയുക നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞ് ആൾക്കാർ തിയേറ്ററിലേക്ക് പോയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഈ ആവറേജ് സിനിമകൾ തുടരും ഒക്കെ എപ്പോഴെങ്കിലും ഒരു തുടരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ദൃശ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വേറെ നമുക്ക് ഏതെങ്കിലും ഒരു സിനിമ അതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിരിക്കില്ല. അങ്ങനെ വരുന്ന സിനിമകൾ കാണാൻ ആൾക്കാരില്ലെങ്കിൽ എല്ലാവരും റിവ്യൂവേഴ്സിനെ നമ്പി ഇങ്ങനെ സിനിമ കാണാണ്ടൊക്കെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ ഇൻഡസ്ട്രി അധികം വഴുകാതെ തന്നെ ഒരു എന്താ പറയുക ഒരു അസ്തമയത്തിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൂടി എടുക്കാം. ഇപ്പോൾ സമീപത്തിൽ വന്നിട്ടുള്ള മരണമാസം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ,
ആ സിനിമ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യില്ല, ആ സിനിമ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരുണ്ടാവും. അതിൽ ഒരു റിവ്യൂവർ പറഞ്ഞിട്ടുള്ളത് ഇത് ഡാർക്ക് ഹ്യൂമർ ആണെന്നാണ്, അത് എല്ലാവർക്കും അത് മനസ്സിലാവില്ല എന്നുള്ളത്. ഞാൻ ആ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല, മിസ്സായി പോയി, ആ സിനിമ കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ OTTയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് ഡാർക്ക് ഹ്യൂമർ സിനിമയല്ല, അതൊരു ലൈറ്റ് ഹ്യൂമർ സിനിമയാണ്. അവിടെ ഇവിടെയും ചിരി വരുന്ന ഒരു സാധാരണ ബിലോ ആവറേജ് ലൈറ്റ് ഹ്യൂമർ സിനിമ. ഒരിക്കലും എനിക്ക് തോന്നില്ല അത് ഡാർക്ക് ഹ്യൂമർ ആണെന്നുള്ളത്. ഇപ്പോൾ ഡാർക്ക് ഹ്യൂമർ നിങ്ങൾ ജോജി എന്ന് പറഞ്ഞ സിനിമ എടുക്കൂ, അതിൽ കുറേ സീൻസ് ഡാർക്ക് ഹ്യൂമർ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ 2008-ലോ 2005-6 വന്നിട്ടുള്ള ചോട്ടാ മുംബൈ സിനിമ, അതിൽ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് ഡാർക്ക് ഹ്യൂമറാണ്. അപ്പോൾ ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു 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 ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അതൊരു കോമഡി ആയിട്ട് നമ്മൾ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അതായത് ഒരു ഡാർക്കായിട്ടുള്ളൊരു സീനിനെ അതൊരു കോമിക്കൽ വേയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ആ സിനിമ. അത് കാണുമ്പോൾ നമുക്ക് ചിരിയും വരുന്നുണ്ട്. പക്ഷേ ഈ മരണമാസം എന്ന് പറഞ്ഞ സിനിമ വെറുതെ കുറേ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നു, അവരെ എന്തൊക്കെയോ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നു എന്നല്ലാണ്ട് അതിൽ ഒരിക്കലും ഒരു ചിരി പടർത്താനൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്തായാലും അങ്ങനെ വന്നിട്ടില്ല. ഞാൻ ചോദിച്ചവരൊക്കെ എന്നോട് പറഞ്ഞത് അത് വർക്കായില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ തിയേറ്ററിൽ വന്നപ്പം റിവ്യൂവേഴ്സൊക്കെ തള്ളി മറിച്ചത് വേറെ ആയിരുന്നു. ചിലപ്പോൾ അവർ റിവ്യൂവേഴ്സ് ഞാൻ കുറ്റം പറയില്ല, ചിലപ്പോൾ അവരെ പെർസെപ്ഷനിൽ അവർക്ക് തോന്നിയത് അങ്ങനെയായിരിക്കാം, അതുകൊണ്ട് അവരങ്ങനെ പറയുന്നുള്ളൂ. ആരാണ് ഇതുകൊണ്ട് ബാധിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറും ആവറേജ് സിനിമകൾ മാത്രമാണ് ബാധിക്കപ്പെടുന്നത്. ആവറേജ് സിനിമകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു ആവറേജ് നമ്മളെല്ലാവരും ഒരു ടൈം പാസിന് കാണുന്ന പോലത്തെ, അതായത് ആവറേജിൽ മോശം സിനിമകളെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം മോശം സിനിമകൾ ഓടില്ല, അതിനിപ്പോൾ എങ്ങനെ എന്തൊക്കെ രീതിയിൽ വന്നാലും ഓടാൻ പോകുന്നില്ല. പക്ഷേ ആവറേജ് സിനിമകളുണ്ടല്ലോ, ചെറിയ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള നല്ല സിനിമകൾ, അത് ഈ OTTയിൽ വന്ന് അല്ലെങ്കിൽ നമ്മൾ കണ്ടതിന് ശേഷം അയ്യോ നല്ല സിനിമ ആയിരുന്നല്ലോ എന്ന് തോന്നിപ്പോകുന്ന, അവർ പറഞ്ഞിട്ടില്ല അത്ര ഫസ്റ്റ് ഹാഫ് ശരിയല്ല, സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറാണെന്ന് പറഞ്ഞ സിനിമകൾ OTTയിൽ വന്ന് നമ്മൾ കാണുമ്പോൾ ഈ സിനിമ നല്ല സിനിമയാണെന്ന് തോന്നിയിട്ടില്ല എത്ര സിനിമകളുണ്ട് നമുക്ക്, ഒരുപാട് സിനിമകളുണ്ട് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ. സോ ഈ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ പോയിരുന്നെങ്കിൽ അതിനും ഒരു തിയേറ്ററിക്കൽ റൺ, ഒരു മൗത്ത് പബ്ലിസിറ്റിക്ക് കിട്ടിയാണ്. ആ സിനിമകളാണ് ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണം ഇന്ന് ഈ റിവ്യൂവേഴ്സാണ്. അവർക്ക് വേണ്ടത് വ്യൂവും, പിന്നെ ഈ നല്ല സിനിമേൻ്റെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ മമ്മൂക്കാൻ്റെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയോ സുരേഷ് ഗോപിയോ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ജയറാമേട്ടൻ്റെ സിനിമകൾ വരുമ്പോൾ ആ സിനിമകൾക്ക് കിട്ടുന്ന ഒരു വ്യൂ കൗണ്ട് ഉണ്ടല്ലോ, ഈ ട്രെൻഡിങ് ആവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ അവരും ദേ ആർ ഓൺലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ബിഗ് ബഡ്ജറ്റ്, ബിഗ് സ്റ്റാർസ്, ബിഗ് നമ്പേഴ്സ് മൂവീസ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് അതിൽ നല്ല സിനിമകളൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ആവറേജ് സിനിമകളെ പറ്റിയിട്ട് ഇങ്ങനെ തഴഞ്ഞു പോകുമ്പോൾ അതിൽ മരിച്ചു പോകുന്നത് തിയേറ്റേഴ്സാണ്. പിന്നെ ഈ റിവ്യൂവേഴ്സ് എന്താ പറയുക, ഈ മെൻ്റലിസ്റ്റ് ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ എന്തെന്നതിന് പറയുക, മൈൻഡ് റീഡേഴ്സ് ഒന്നും അല്ലല്ലോ. എല്ലാവരെയും ഇമോഷണലി അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കി റിവ്യൂ ചെയ്യാൻ. അവർ സാധാരണ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്, ജസ്റ്റ് ഒപ്പീനിയൻ.